ഹലോ ഫ്രണ്ട്സ്, യു കെയിൽ 2024 ഏപ്രിൽ മാസത്തിൽ എമിഗ്രേഷൻ നിയമങ്ങളിൽ കാതലായ മാറ്റങ്ങളായിരുന്നു ഋഷി സുനക്കിൻ്റെ നേതൃത്വത്തിലുള്ള ടോറി ഗവൺമെൻറ് കൊണ്ടുവന്നത്. അന്നത്തെ നമ്മുടെ ഹോം സെക്രട്ടറി ആയിരുന്ന ജെയിംസ് ക്ലെവേർലി സാലറി ത്രഷോൾഡിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. അതുവരെ 18,600 പൗണ്ട് വാർഷിക വരുമാനം ഉണ്ടായിരുന്ന ഒരാൾക്ക് അവരുടെ ഫാമിലിയെ യു കെയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ 2024 ഏപ്രിൽ കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു നിയമം മാറ്റി 18,600 നിന്നും ഒറ്റയടിക്ക് 29,000-ലേക്കും ഈ വർഷം അവസാനമാകുമ്പോഴേക്ക് അത് 34,500-ലേക്കും 2025 38,700 പൗണ്ടിലേക്കും ഉയർത്തുക എന്നുള്ളതായിരുന്നു അന്നത്തെ ടോറി ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന നെറ്റ് എമിഗ്രേഷനിൽ വരുന്ന വലിയ വർധനവായിരുന്നു. കഴിഞ്ഞ 2023 ഡിസംബർ വരെ ഏകദേശം ഒരു 6,80,500 ആയിരുന്നു യു കെയിലേക്ക് കുടിയേറിയ ആൾക്കാരുടെ ഒരു എണ്ണം എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ കൺട്രോളുകളും വിട്ടുപോയിരുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഋഷി സുനക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ടുള്ള കുറേ നിയമങ്ങൾ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു നമ്മുടെ സ്റ്റുഡൻറ്റ് വിസയിൽ ഉണ്ടായിരുന്ന ഡിപ്പെൻഡൻറ്റ് വിസയും അതുപോലെ തന്നെ കെയറേഴ്സിൻ്റെ ഡിപ്പെൻഡൻറ്റ് വിസയും യു കെ ഗവൺമെൻറ് അന്ന് ക്യാൻസലാക്കിയത്. എന്നാൽ ഇപ്പോഴത്തെ പുതുതായിട്ട് ഭരണം ഏറ്റെടുത്ത ലേബർ ഗവൺമെൻറ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 29,000 പൗണ്ടിൽ നിന്ന് 38,700 പൗണ്ടിലേക്ക് പോകുന്ന ആ ഒരു പരിപാടി അവർ നിർത്തലാക്കാനായിട്ട് പോകുന്നു. ഓൾറെഡി അവരത് പോസ്റ്റ് ചെയ്തു. പ്രധാനമന്ത്രി സ്റ്റാർമർക്ക് യാതൊരു അഭിപ്രായവുമില്ല അങ്ങനെ ഒരു 29,000 പൗണ്ടിൽ നിന്ന് 34,500-ലേക്കും അതിനുശേഷം 38,700 പൗണ്ടിലേക്കും പോകണമെന്ന്. കാരണം യു കെയിലേക്ക് സാധാരണക്കാരായ ആൾക്കാർ, അതായത് പാവപ്പെട്ട ആൾക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു സ്പൗസിനെ വിവാഹം കഴിച്ചാൽ അല്ലെങ്കിൽ അവർക്ക് അവിടുന്ന് ഒരു സ്പൗസിനെ യു കെയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ ഒരാൾക്ക് 38,700 പൗണ്ട് വാർഷിക വരുമാനം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ലേബർ ഗവൺമെൻറ് അത് സ്ക്രാപ്പ് ചെയ്യാനായിട്ട് പോന്നു. ഓൾറെഡി ഇപ്പോഴത്തെ നമ്മളുടെ ഹോം സെക്രട്ടറി ആയിരിക്കുന്ന യെവറ്റ് കൂപ്പർ അത് ഹോൾഡ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല മായ്ക്ക് അതിൻ്റെ റിവ്യൂ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ റിവ്യൂ തീരുന്നിടം വരെ ഈ ഒരു കാര്യം ഒരു കാരണവശാലും നിയമത്തിൽ കൊണ്ടുവരാനുള്ള യാതൊരു സാധ്യതകളുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു MAC മാക്കിന് പോലും ആ ഒരു അഭിപ്രായത്തോട് യാതൊരു യോജിപ്പും ഇല്ല എന്നുള്ളതാണ്. ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇതാണ്. യു കെയിലേക്ക് വരുന്ന കുടിയേറ്റക്കാർ, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവരുടെ ഫാമിലിയെ യു കെയിലേക്ക് കൊണ്ടുവരാനുള്ള ഈ ഒരു 38,700 പൗണ്ട് എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ ഇപ്പോൾ ഹോൾഡ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ജെയിംസ് ക്ലെവേർലിയുടെ ആ ഒരു ഭരണ സമയത്ത് ഈ ഒരു സാലറി ക്രൈറ്റീരിയ 38,700 പൗണ്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുവിധപ്പെട്ട ജോലി കിട്ടുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ യു കെയിലേക്ക് അവരുടെ ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. നമുക്കറിയാം, ഇവിടെ ഒരു സാധാരണ ഒരാൾക്ക് ഒരു IT എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ മറ്റൊരു എഞ്ചിനീയർക്കോ 38,700 പൗണ്ട് ഒരു സാലറി സ്റ്റാർട്ടിങ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാലറി ക്രൈറ്റീരിയ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. അവർക്ക് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാം, സിംഗിളായിട്ട് വന്ന് ജോലി ചെയ്ത് ഇവിടെ അവർക്ക് ജീവിക്കാം, അല്ലാതെ അവർക്ക് അവരുടെ ഫാമിലിയെ യു കെയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. ഇത് വളരെയധികം ചർച്ചകൾക്ക് വഴിവെച്ച ഒരു കാര്യമായിരുന്നു അന്ന് തന്നെ. കാരണം അന്നത്തെ ഈ ഒരു കൺസർവേറ്റീവ് ഗവൺമെൻറ്, ഋഷി സുനക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു കൺസർവേറ്റീവ് ഗവൺമെൻറ് ഭയപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും ഈ ഒരു നെറ്റ് എമിഗ്രേഷൻ കുറച്ചുകൊണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഈ സ്ട്രിക്റ്റായിട്ടുള്ള നിയമങ്ങൾ അന്ന് ഗവൺമെൻറ് അവതരിപ്പിച്ചത്. പക്ഷേ എന്തായാലും ഋഷി സുനക്കിൻ്റെ ഭരണം പോയി, കൺസർവേറ്റീവ് കക്ഷികൾ ഭരണത്തിൽ നിന്നും ഔട്ടായി, പുതിയ ലേബർ സർക്കാർ വന്നു. ലേബർ സർക്കാരിൻ്റെ നയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുക, ഒരു 3 ലക്ഷത്തിലേക്ക് കൊണ്ടുവരിക. ആ ഒരു 3 ലക്ഷത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു 38,700 പൗണ്ടിൻ്റെ റെസ്ട്രിക്ഷൻ വെക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഈ ഒരു സ്റ്റുഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് വിസയും അതുപോലെ തന്നെ കെയർമാരുടെ ഡിപ്പെൻഡൻറ്റ് വിസയും നിർത്തലാക്കിയപ്പോൾ തന്നെ യു കെയിലേക്ക് ആൾക്കാർ വരുന്നതിൽ വലിയ കുറവ് ഇപ്പോഴുണ്ട്. കഴിഞ്ഞൊരു 6 മാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു കെയിലേക്ക് വരുന്ന നെറ്റ് എമിഗ്രേഷനിൽ വലിയ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല
ഈ ഒരു ചെറിയ ചെറിയ ബോട്ടുകളിലൊക്കെ വരുന്ന ആൾക്കാരെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു കെയിലേക്ക് വരുന്ന നെറ്റ് ഇമിഗ്രേഷനിൽ വലിയ ഇടിവുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലേബർ സർക്കാരിനെ ഈ ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇതിന് എല്ലാ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് ഇപ്പോഴത്തെ ലേബർ ഗവൺമെൻറ്റിന് കിട്ടുന്നത്. ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ ഓൾറെഡി സ്കിൽഡ് വർക്കേഴ്സിൻ്റെ വലിയ ഷോർട്ടേജ് അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ്. ടെക്നോളജി അതുപോലെ തന്നെ ബാങ്കിങ്, ഇപ്പോൾ IT പ്രൊഫഷണൽസിനൊക്കെ ധാരാളം വേക്കൻസികൾ യു കെയിൽ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. ആ ഒരു കാര്യം കൂടി ഇപ്പോഴും പുറത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു പ്ലാനിലേക്ക് പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ ഒരു IT എഞ്ചിനീയറൊക്കെ യു കെയിലേക്ക് വന്നു കഴിഞ്ഞാലും അവർക്കൊരു 38,700 പൗണ്ട് അല്ലെങ്കിൽ ഒരു ഇതേപോലുള്ള ബാങ്കിൽ ജോലിക്ക് വരുന്ന ഒരാൾക്കൊരു 38,700 പൗണ്ട് അവർക്ക് കിട്ടണമെന്ന് സ്റ്റാർട്ടിങ്ങിൽ യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ വിദേശികളായ ആൾക്കാർ യു കെയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി ആയിട്ടിട്ട് അവരൊരു കാരണവശാലും യു കെയിലേക്ക് വരത്തില്ല. അപ്പോൾ സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ഇതുപോലുള്ള വൻ ഷോർട്ടേജുകൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു നിയമത്തിൽ പിടിച്ചുകൊണ്ട് ആൾക്കാരില്ലാതെ വന്നു കഴിഞ്ഞാൽ യു കെ അത് വളരെയധികം പ്രതിസന്ധിയിലാക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ യു കെ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഈ ഒരു 29,000 നിന്ന് 34,500ലേക്കും 38,700ലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ടെക്നോളജിയിൽ അതുപോലെ തന്നെ ബാങ്കിങ് അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ധാരാളം വേക്കൻസികൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ യു കെയിലേക്ക് വരാതെ ഇരിക്കും. പുതിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഗവേഷണം അനുസരിച്ച് സാങ്കേതികവിദ്യ, ബാങ്കിങ് തുടങ്ങിയ വ്യവസായങ്ങളിലെ ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കായി യു കെ വളരെയധികം റിസ്ക് എടുക്കേണ്ടി വരുമെന്നാണ് ഇപ്പോഴവർ പറയുന്നത്. ഇതുപോലെയുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ക്ഷാമം നേരിടുന്ന ആദ്യത്തെ 5 രാജ്യങ്ങളിൽ ന്യൂസിലൻഡ്, പോർച്ചുഗൽ, കാനഡ, സ്വിറ്റ്സർലൻഡ് ഇവയ്ക്കൊപ്പം യു കെ കൂടി വരുമെന്നുള്ള ആ ഒരു വാർത്തയാണ് ഇപ്പോഴ് വന്നിരിക്കുന്നത്. ന്യൂസിലൻഡിലും പോർച്ചുഗലിലും കാനഡയിലും സ്വിറ്റ്സർലൻഡിലും അനുഭവപ്പെടുന്ന സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് യു കെയും എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ടെക്നോളജിയിലും അതേപോലെ തന്നെ ബാങ്കിങ്ങിലും ഇതേപോലെ തന്നെ ടീച്ചിങ് പ്രൊഫഷനിലൊക്കെ ധാരാളം വേക്കൻസികൾ ഉള്ളതുകൊണ്ട് ആ വേക്കൻസികൾ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നിയമമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് യു കെക്ക് വളരെയധികം പ്രതിസന്ധി യു കെ നേരിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ നിയമങ്ങൾ എന്തായാലും അത് പോസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഹോം സെക്രട്ടറി ആയിരിക്കുന്ന യുവറ്റ് കൂപ്പറും അതുപോലെ തന്നെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും അതിനെ പിന്താങ്ങിയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചോളം ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. യു കെയുടെ ഒരു ചരിത്രം എന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിസകൾ നൽകിയ ഒരു വർഷമായിരുന്നു. കഴിഞ്ഞ ഒരു 12 മാസത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ കഴിഞ്ഞ മാർച്ച് വരെ ഏകദേശം 6,05,264 വിസകളാണ് യു കെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് കൊടുത്തത്. അപ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം ആൾക്കാരാണ് യു കെയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് നെറ്റ് ഇമിഗ്രേഷൻ ഇത്രയധികം കൂടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്രയും നെറ്റ് ഇമിഗ്രേഷൻ കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യു കെയിലെ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയായിരുന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസാണ് യു കെയിലേക്ക് എത്തിച്ചേർന്നത് പഠനാർത്ഥം. അതേപോലെ തന്നെ കെയർ വിസകളൊക്കെ നൽകി തുടങ്ങിയതോടുകൂടി ആയിരക്കണക്കിന് ആൾക്കാർ യു കെയിലേക്ക് ഒഴുകാനായിട്ട് തുടങ്ങി. ഇതുപോലുള്ള അപ്ഡേഷനുകൾ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.